ചുമ്മാതെ ഇരുന്നപ്പോഴാണ് വീട്ടിലേക്ക് പോയെല്ലാം തോന്നിയത്. കാരണം അത് മാത്രമല്ല, ഓൺലൈനിൽ 2 സാരി എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സിജിയമ്മ തൊന്തരവാണ് കേട്ടോ. അപ്പോൾ അത് കൈ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാടി കൊണ്ടുവരാൻ ചോദിച്ചിട്ട്. അപ്പോൾ എത്ര വലിയ ബാഗ് ഉണ്ടെങ്കിലും എനിക്കിങ്ങനെ കിറ്റിലേക്ക് കൊണ്ടുപോകണതായിട്ട് ഇഷ്ടം. ഇറങ്ങുന്ന നേരത്താണ് ലീനമ്മ ഒരു കടന്നലിനെ കണ്ടത്. അപ്പോൾ തന്നെ ചെരുപ്പെടുത്ത് അതിനെ തട്ടിക്കളഞ്ഞു. മക്കളെ, പിള്ളേരൊക്കെ ഉള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം, വന്നാൽ തന്നെ അതിനപ്പം തന്നെ കാലിയാക്കണം എന്നൊക്കെ പറഞ്ഞു അമ്മ. എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇറങ്ങി വന്നു, പാറുവിനെടുത്തു. പാറു ഉറങ്ങായിരുന്നു കേട്ടോ. അവളെ മൂട് മാറ്റം കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. എപ്പോഴും ഞാൻ ആദ്യം കയറുന്നത് അടുക്കളയ്ക്കായിരിക്കും ഉണ്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അത് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ബീഫാണ് ഇട്ടൊന്ന് വൈകുന്നേരത്തേക്കുള്ളത്. അപ്പം നാത്തൂൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് പേരയ്ക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടന് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ചപ്പാത്തിയും ബീഫും കുറേ അകത്താക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഓൺലൈനിൽ നിന്ന് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോഴാണ് ചാന്തത്തെ പേരക്കയിൽ ഉപ്പും മുളക് ഇട്ട് തന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞാനും ചപ്പാത്തിയും ബീഫും കഴിച്ചായിരുന്നു. കുറേ നാളായിട്ട് കഴിക്കണമെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കുർത്ത സെറ്റ് ഇഷ്ടമായി ഞാൻ പറയണം കേട്ടോ. ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ